ഇന്ന് നല്ലൊരു ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണേ. അപ്പോൾ അതിനായിട്ട് 4 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്ത ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് വെക്കണേ, ഇല്ലെങ്കിൽ കറുത്തു പോവും. ഇനി നടുവേ ഇതുപോലെ കീറിയ ശേഷം ഒരു 1/2 ഇഞ്ച് നീട്ടത്തിൽ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിന് നന്നായിട്ട് കഴുകി വാരി ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇതിനി വറുത്തെടുക്കണം. വെളിച്ചെണ്ണയിൽ വേണേ വറുത്തെടുക്കാൻ. ശർക്കര വരട്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കുന്നവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. നല്ല ക്രിസ്പി ആകുന്നത് വരെ നമ്മുടെ കായ വറുത്തെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ വറുത്ത അരിപ്പൊടി, അതിലേക്ക് ഒരു 1/2 സ്പൂണിനടുത്ത് കുരുമുളക് പൊടി, 1/2 സ്പൂണിനടുത്ത് ജീരകം, ഏലക്കയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5 ഏലക്ക ചേർക്കാം. 3/4 സ്പൂണോളം ഉണ്ട് കേട്ടോ പൊടിച്ചത്. അതുപോലെ ചുക്ക് ഈ വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇട്ടിട്ടുണ്ട്. പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ 1 സ്പൂൺ ചുക്ക് പൊടി ചേർക്കാം. ഇത്രയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു 150 ഗ്രാം ശർക്കര, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം. ഇതിന് നന്നായിട്ട് തിളച്ച് നമുക്ക് ഒറ്റനൂൽ പരുവത്തിലായിട്ട് കിട്ടണം. തൊടുമ്പോൾ ഇതുപോലെ നമുക്ക് നൂല് പോലെ കിട്ടണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാദ്യം കുറച്ച് കട്ടയായിട്ടിരിക്കും. ചൂടാറി വരുംതോറും ഇത് വിട്ടുവരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇത് വിടിയിച്ചെടുക്കണം. എക്സ്ട്രാ പൊടി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നങ്ങ് തട്ടിക്കളഞ്ഞെടുത്താൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഓണത്തിന് ശർക്കര വരട്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.